ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. ട്രേഡിംഗ് ഈസ് എ സ്കാം ആണോ? ട്രേഡിംഗ് സ്കാം ആണോ? ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം രണ്ടുപേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ട്സ് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ എന്നോട് കോഴ്സിന് വേണ്ടി എൻക്വയറി വന്ന 2 സ്റ്റുഡൻസ് ആയിരുന്നു. അവർ ചോദിച്ചൊരു ഡൗട്ടാണ്. അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, ഇതെല്ലാവരും അറിയണം എന്ന് തോന്നിയത്. സോ അതിൽ ആദ്യം ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ഇങ്ങനെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ട്രേഡിംഗ് ഒക്കെ ഗാംബ്ലിംഗ് ആണ്, കാരണം ഇതൊക്കെ പറ്റിക്കലാണ്, ശരിക്കും ഇങ്ങനെയൊന്നും ഇല്ല, ഇത് ചെയ്യുന്ന ഏതൊക്കെയോ ആൾക്കാർ നമ്മളെ പറ്റിക്കലാണ്, ട്രേഡിംഗ് ഒന്നും ഒറിജിനൽ ഒരു സംഭവമല്ല എന്ന്. അത് ശരിയാണോ എന്ന് ചോദിച്ചു. ആക്ച്വലി അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം എങ്ങനെ ട്രേഡിംഗ് പറ്റിക്കുന്നതാവുന്നേ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് എന്താ? ഇപ്പൊ നമ്മുടെ ഇന്ത്യത്തെ ഓരോ കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ അവരുടെ ഷെയറുകൾ വിൽക്കുന്നു, വാങ്ങുന്നു, ഇതെല്ലാമാണ് ഇത് ഓൺലൈനായിട്ട് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ഒരു പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നു. സോ അങ്ങനെയുള്ള ഈ വലിയ വലിയ കമ്പനികളുടെ ഷെയറുകൾ ഓൺലൈനായിട്ട് വിൽക്കുന്നതും വാങ്ങുന്നതും എങ്ങനെയാണ് ഒരു ഗാംബ്ലിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പറ്റിക്കുന്നതാവുന്നത്? അത് ഒറിജിനലായിട്ട് അവിടെ നടന്നു പോകുന്ന കാര്യങ്ങളല്ലേ, അതെങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റുക? ഇനി ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വന്നാലോ? എക്സ്ചേഞ്ച് ആണ് അവിടെ, ഫോറിൻ എക്സ്ചേഞ്ച്, കറൻസികളുടെ എക്സ്ചേഞ്ച് ആണ്. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ. ഈ സെയിം കാര്യങ്ങൾ തന്നെ, പക്ഷെ കറൻസിയുടെ മൂല്യം കൂടുമ്പോഴും കുറയുമ്പോഴും അതിനനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അങ്ങനെ എക്സ്ചേഞ്ച് നടക്കുകയാണ് ഫോറക്സിൽ. കറൻസി മാത്രമല്ല, അവിടെ ഗോൾഡ് വരുന്നുണ്ട്, ക്രിപ്റ്റോ വരുന്നുണ്ട്, ക്രൂഡ് ഓയിൽ വരുന്നുണ്ട്, അതുകൂടാതെ മറ്റു സ്റ്റോക്കുകളും കാര്യങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഗാംബ്ലിംഗ് ആവുക, അല്ലെങ്കിൽ വെറുതെയാണ് ഇതൊക്കെ ആളുകളുടെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാവുക എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ആവുക? ഇതൊക്കെ ഒറിജിനലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് റെഗുലേഷനിലൂടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഗാംബ്ലിംഗ് ആവുന്നത് എങ്ങനെയാണ്? ഇത് ചെയ്യുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കും അല്ലെ. കാരണം അവര് ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്യുന്ന ആള് ഇത് പഠിക്കാതെ ചുമ്മാ കുറെ പൈസ ഇടുന്നു, ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, കുറെ എന്തൊക്കെയോ എടുത്ത് കൂട്ടുന്നു. അപ്പൊ അത് ഗാംബ്ലിംഗ് ആണ്. പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുമ്പോൾ അത് തീർച്ചയായും ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതാട്ടമാണ്. ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറയുന്നത് അതല്ല, പഠിച്ചു ചെയ്യേണ്ട ഒന്നാണ്. ഇതിനെക്കുറിച്ച് പഠിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന് പഠിക്കണം. ഇത് എങ്ങനെ ചെയ്യാം, എവിടെ ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്യാം, അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ, ഫണ്ടമെന്റൽ കാര്യങ്ങൾ, അതിന്റെ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പഠിക്കണം. അതൊരു എക്കണോമിയെ ബാധിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഓരോ രാജ്യത്തിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ വിശദമായി പഠിച്ച് അത്യാവശ്യം ടൈം എടുത്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അല്ലാതെ ചുമ്മാ ഇത് പണം ഇരട്ടിപ്പിക്കാനുള്ള സ്ഥലമാണ് എന്ന് കരുതി വരുന്നവർക്കാണ് ഇതിൽ പണം പോകുന്നതും അവരാണ് ഇത് ചൂതാട്ടമാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതും. അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കും. അതായത് ഒരാൾക്ക് അത് ചൂതാട്ടമായിരിക്കും, പക്ഷെ പഠിച്ചു ചെയ്യുന്നവർ അവിടെ വൃത്തിക്ക് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ ട്രേഡിംഗ് ഒരിക്കലും ഗാംബ്ലിംഗ് ഒന്നും അല്ല. അതുപോലെ രണ്ടാമത് എന്നോട് ഒരാൾ ചോദിച്ചതാണ്, എനിക്ക് ട്രേഡിംഗ് ഒക്കെ അറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, ലോസ് തന്നെയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ 1 മിനിറ്റ് കൊണ്ട് ബൈ കൊടുക്കും, 1 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് ആയാൽ ആയി, അല്ലെങ്കിൽ പോയി, അതല്ലേ സംഭവം, ബിനോമോ പോലത്തെ ആപ്പുകൾ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു ആപ്പിലാണ് ഞാൻ ചെയ്തത് എന്ന്. ആക്ച്വലി അതല്ല ട്രേഡിംഗ്. ഈ ആപ്പിനെ കുറിച്ച് ചിലർ അറിയാതെയാണ് പലരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അറിയാതെയാണ്. ആക്ച്വലി അത് ഗാംബ്ലിംഗിൽ പെടുന്നതാണ്, അതല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഇങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ഒരു ബൈ കൊടുക്കുന്നു, 1 മിനിറ്റ് കൊണ്ട് കയറിയാൽ നമുക്ക് കിട്ടി, ഇല്ലെങ്കിൽ പോയി, അതല്ല ഒരിക്കലും അങ്ങനെ സംഭവേ അല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ച് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കി, മുന്നേ എന്ത് വിലയായിരുന്നു, ഇപ്പൊ എന്ത് വിലയാണ്, ഇനി എന്താവും എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്നു, അതിന്റെ സമയമാകുമ്പോൾ നമ്മൾ വിൽക്കുന്നു. കറക്റ്റായിട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ഒരു ടാർഗറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് ഒക്കെ വിശദമായി നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്നും കേൾക്കാത്തവരാണെങ്കിൽ നമുക്ക് ആദ്യം തൊട്ടേ നമ്മൾ പാർട്ട് 1 തൊട്ടിട്ടേ നമ്മുടെ വീഡിയോസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കാണാം. സോ ഇതെങ്ങനെയാണ്, ഇതെല്ലാം പഠിച്ച് ചെയ്യുന്നതാണ്, അല്ലാതെ ജസ്റ്റ് 1 മിനിറ്റിൽ കണ്ണും പൂട്ടി ബൈ കൊടുക്കുക, സെല്ല് കൊടുക്കുക, ഇതൊന്നും അല്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പോഴും പലരും ഇങ്ങനത്തെ ചില ആപ്പുകൾ കാരണോ അല്ലെങ്കിൽ
ചില തെറ്റായ പ്രൊമോഷൻസ് കാരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഒരു ഗാംബ്ലിംഗ് ആണ്, ആർക്കും നടക്കുന്നില്ല, എല്ലാവർക്കും ലോസ് ആവുന്നതെല്ലാം പഠിച്ച് ചെയ്യാത്തത് കൊണ്ടും കറക്റ്റായ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടും കറക്റ്റായി റിസ്ക് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ്. കറക്റ്റായി ചെയ്യുന്നവർ നന്നായി ചെയ്തിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, അത് ആരും അറിയുന്നില്ല. എല്ലാവരും ലോസ് ആയ കഥകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. പ്രോഫിറ്റ് കിട്ടുന്നവരാരും ഞങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ നന്നായിട്ട് എടുക്കുന്നുണ്ട് എന്ന് പുറത്ത് പറയാത്തത് കൊണ്ടാണ്, പലരും പറയാതെ സ്വസ്ഥമായി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റോറീസ് ഒന്നും ആരും അറിയാത്തത്. ഇതൊക്കെ ഗാംബ്ലിംഗ് ആണെന്നുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ. സോ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് ഗാംബ്ലിംഗ് അല്ല ഇത്. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും കറക്റ്റായ റെഗുലേഷൻസ് വഴി കറക്റ്റ് അതിന്റെ പിന്നിൽ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. സോ അതാദ്യം തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തു നോക്കാം. പക്ഷെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ റിയൽ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് ശ്രമിക്കുക. പഠിച്ച് ചെയ്യാതെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രോക്കേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആപ്പുകളും കറക്റ്റായിട്ടുള്ള ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി നോക്കാം. സോ അങ്ങനെ കറക്റ്റായ മെത്തേഡ്സിലൂടെ പോവുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒരിക്കലും ഒരു നഷ്ടവും വരില്ല. പഠിച്ച് മാത്രം ചെയ്യുക എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സോ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം, മെസ്സഞ്ചറിൽ വന്ന് മെസ്സേജ് അയക്കാം, വാട്സപ്പിലോ ഇൻസ്റ്റയിലോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.